ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിലെ നല്ല ദേശനിവാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിസ്തുല്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ പ്രഭാതത്തിൽ അറിയിക്കുകയാകുന്നു. ചുരക്കോടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രഭാതത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി അതോടൊപ്പം തന്നെ സുവിശേഷം ബോധവൽക്കരണത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയത് ഞങ്ങളത് ഒരു വലിയ പദവിയായി ഞങ്ങൾ കണക്കാക്കുന്നു. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറെ യാതൊരു പണിയുമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ തെരുവോരങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിലൊക്കെ കടന്നു ചെന്ന് ഈ ബോധവൽക്കരണ സന്ദേശ ദേശത്തോട് അറിയിക്കുന്നതെന്നൊക്കെ പലപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. പ്രിയമാന്യ ശ്രോതാവെ, ഞങ്ങളൊന്ന് വിളിച്ച് പറയാം, ഞങ്ങൾക്ക് മറ്റ് ജോലികളോ മറ്റ് യാതൊരു പണിയുമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ കടന്നു വന്ന് നിർമ്മലമായ സുവിശേഷം വിദേശങ്ങളിലോട്, പട്ടണങ്ങളോടൊക്കെ അറിയിക്കുന്നതിൻ്റെ നർമ്മപ്രധാനമായ സത്യം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളെപ്പോലുള്ള ഒട്ടനവധി യൗവനക്കാർ ഈ കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ, സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പരിശോധിച്ചാൽ കാണുവാൻ കഴിയുന്നത്. സമപ്രായക്കാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരെ രക്ഷിക്കണമെന്നുള്ള അകത്തെ വാഞ്ചയും അകത്തുള്ള പ്രത്യാശയും ഇങ്ങനെ വിവിധ പട്ടണങ്ങളിൽ ചെന്ന് നല്ല സന്ദേശങ്ങൾ ദേശത്തോട് അറിയിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയെങ്കിലും ജീവിതത്തിൽ അത് രൂപാന്തരം വരുത്തുകയാകുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ സന്തോഷമാണ്. പല യൗവനക്കാരും യൗവനക്കാരികളും ഇന്ന് ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി വാർത്തകൾ നമ്മുടെ ശ്രവണപഥത്തിൽ കേൾക്കാറുണ്ട്. പ്രഭാതത്തിൽ നമ്മുടെ മുറ്റത്ത് വന്നു വീഴുന്ന പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒട്ടനവധി, മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയും. നല്ല വാർത്തകളും രാഷ്ട്രീയപരമാകുന്ന നിലവാരത്തിൽ, സാമ്പത്തിക നിലവാരത്തിലുള്ള വാർത്തകൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നമനങ്ങളൊക്കെ പത്രക്കെട്ടുകളിൽ നിരത്തി എഴുതുമ്പോൾ അതിനകത്ത് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി വാർത്തകൾ കാണാറുണ്ട്. ഈ ഒക്ടോബർ മാസത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത ഇങ്ങനെയാണ്. ഒരു സഹോദരൻ മദ്യത്തിന് അടിമപ്പെട്ട് മദ്യം തന്നെ കാർന്നു തിന്നിട്ട് തൻ്റെ മാതാവിനെ പോലും വെട്ടി നുറുക്കി ഭക്ഷണമാക്കി തീർത്ത ഒരു സഹോദരൻ്റെ വാർത്ത ഒക്ടോബർ 2-ാം തീയതി പത്രത്തിൽ ഞാൻ വായിക്കുവാനിടയായി. മനസ്സിനെ വളരെ വേദനിപ്പിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് സ്വന്തം മാതാവിനെ പോലും വെട്ടിനുറുക്കി ഭക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് ആ സഹോദരൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ പറയുവാൻ കഴിയും, മദ്യത്തിൻ്റെ ആസക്തി മൂലം, മദ്യം തന്നെ കാർന്നു തിന്നത് മുഖാന്തരം സ്വന്തം മാതാവിനെ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ മാതാവിനെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഭക്ഷണം ഭാഗം ചെയ്യുന്നത് പോലെ മനുഷ്യൻ്റെ മാംസം അതിനെ കുക്ക് ചെയ്ത് കഴിച്ച ഒരു വാർത്ത ഇങ്ങനെ കേൾക്കുവാനിടയായി. ഇതിനെയൊക്കെ കാരണം പാപം മനുഷ്യനെ കാർന്നു തിന്നുന്നത് മുഖാന്തരം മനുഷ്യനെ സ്വന്തം മാതാവിനെയോ പിതാവിനെയോ തിരിച്ചറിയുവാൻ കഴിയാതെ കൊന്ന് തിന്നുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വാർത്തകൾ മനസ്സിനെ മരവിപ്പിക്കാറുണ്ട്. പ്രിയ സുഹൃത്തേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നു വന്ന് ഈ വേദനിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളും ആ വിപത്തിലേക്ക് കടന്നു പോകാതെ താങ്കൾ നല്ലൊരു വ്യക്തിയായി സമൂഹത്തിന് തീരണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ ദേശത്ത് വിവിധ ദേശങ്ങളിൽ കടന്നു ചെല്ലുന്നത്. പലപ്പോഴും മദ്യവും മയക്കുമരുന്നും യൗവനക്കാരെ അതിലേക്ക് അടിമപ്പെടുത്തുന്നത് അവരുടെ വിദ്യാഭ്യാസ ജീവിതം അവർ സ്കൂൾ കോളേജുകളിലൊക്കെ ആരംഭിക്കുമ്പോൾ ചില കൂട്ടുകെട്ടുകൾ അവരെ മദ്യത്തിനും മയക്കുമരുന്നിലേക്കൊക്കെ അവരെ ആകർഷിക്കാറുണ്ട്. പലപ്പോഴും പലരും സന്തോഷത്തിന് വേണ്ടി തുടങ്ങുന്ന ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പിന്നെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയാത്ത നിലവാരത്തിൽ
അവരുടെ ജീവിതത്തിൽ അത് മുൻപോട്ട് നീങ്ങുന്ന ഒരു ദിനം പ്രതി അവരുടെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന ഒരു വസ്തുവായി തീർന്ന് അവർക്ക് സാമ്പത്തികം ലഭിക്കാതെ വരുമ്പോൾ മോഷണങ്ങളും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം മുഖാന്തരം പണം ലഭിക്കുന്നത് അവർ വീണ്ടും ലഹരിക്ക് വേണ്ടി അവർ ആ പൈസകൾ ചിലവഴിക്കാറുണ്ട്. പ്രിയ സുഹൃത്തെ, ഒന്ന് വിളിച്ചു പറയാം, താങ്കളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുമൊക്കെ സുബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ, ഗ്രാമങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഒത്തിരി സന്ദേശങ്ങൾ പലരും നൽകാറുണ്ട്. പലപ്പോഴും ബോധവൽക്കരണ സന്ദേശങ്ങൾ പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് നൽകാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ അതിലേക്ക് അടിമപ്പെട്ടു പോകുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളപ്പോഴും ഞാൻ ഒന്ന് വിളിച്ചു പറയാം, ഈ ദേശത്തോട് മാറ്റമില്ലാത്ത ഒരു സൽവർത്തമാനം നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് വചനം വളരെ കൃത്യമായി വിളിച്ചു പറയുമ്പോൾ, ഈ ദേശത്ത് വന്ന് നിന്ന് അഭിമാന പുരസ്സരം എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും, എന്നെ രക്ഷിച്ച, എൻ്റെ ജീവിതത്തിൽ മാറ്റം തന്ന ഒരു നല്ല നസ്രാനെ ഈ ദേശത്ത് ഉയർത്തി കാണിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല, ലജ്ജയുമില്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ പുത്രനിൽ കൂടിയുള്ള ഒരു നിത്യജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നപ്പോൾ, ആ ഭാഗ്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഭാഗ്യം നിങ്ങളിലേക്ക് കൈമാറേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല. ലജ്ജ കൂടാതെ കർത്താവായ യേശുക്രിസ്തുവിനെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇതുപോലുള്ള ഉൾസ്ഥലങ്ങളിലൊക്കെ കടന്നു വന്ന് പ്രഘോഷിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമാണ്. ഞങ്ങളെപ്പോലുള്ള ഒരു സഹോദരൻ തൻ്റെ പാപത്തിൽ നിന്ന് മടങ്ങി വന്നെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ്. പലപ്പോഴും സൃഷ്ടിച്ച ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ അവരുടേതായ സ്വന്തം ഇഷ്ടങ്ങളിൽ കടന്നു പോകുന്ന ഒട്ടനവധി ചെറുപ്പക്കാരികളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനം പരിശോധിച്ചാൽ ഒന്നുകിൽ അവരുടെ ജീവിതം ലോകത്തോട് അവർ വിട പറയുന്നത് കാണുവാൻ കഴിയും, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നിന്നാപാത്രമായി ദേശത്ത് സമൂഹത്ത് ഒരു വിലയും നിലയുമില്ലാതെ മറ്റുള്ളവർ അവരെ നോക്കി കുറ്റം പറയുകയും അവനെക്കുറിച്ചുള്ള ദുഷ്വാർത്തകളൊക്കെ പറയുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, താങ്കൾ സമൂഹത്തിൽ, താങ്കളായിരിക്കുന്ന ദേശത്ത്, താങ്കളായിരിക്കുന്ന ഭവനത്തിനകത്ത് നല്ലൊരു വ്യക്തിയായി, സമൂഹത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തിയാക്കി തീർക്കണമെങ്കിൽ താങ്കൾ നല്ല ജീവിതം നയിക്കണം. അത് ആ സമൂഹത്തിലേക്ക് താങ്കളുടെ ജീവിതം നയിച്ച് ആ നല്ലൊരു വ്യക്തിത്വമായി തീർന്നെങ്കിൽ മാത്രമേ സമൂഹം താങ്കളെക്കുറിച്ച് നല്ലൊരു വ്യക്തി, നല്ല സ്വഭാവത്തിനുടമ എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ താങ്കളുടെ ജീവിതം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ ജീവിതം നല്ല നിലവാരത്തിൽ ജീവിച്ചു, താങ്കൾക്ക് സമൂഹത്തിൽ നല്ല പേരുണ്ട്, നല്ല പദവിയുണ്ട്, പ്രശസ്തിയൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ താങ്കൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്: സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് രക്ഷ കരസ്ഥമാക്കിയില്ല എങ്കിൽ ഈ ലോകത്തിൽ നേടുന്ന പേരും പ്രശസ്തിയും ഒക്കെ താങ്കളുടെ ഈ ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ താങ്കളുടെ നിത്യജീവന് ഒരു അവകാശം പറയുന്ന, താങ്കളുടെ നിത്യജീവനെ ഒരു നിത്യതയിൽ താങ്കളെ ദൈവത്തോടു കൂടെ എത്തിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് ഞങ്ങൾ ദേശത്ത് ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീർന്നത്, പ്രിയ സ്നേഹിത, താങ്കളുടെ പാപത്തിന് പരിഹാരത്തിനാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അഭിമാന പുരസ്സരം പറയും, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാനാണ്. എൻ്റെ പാപത്തിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ധൈര്യപൂർവം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്ത് ഇപ്രകാരമാണ് പറയുന്നത്: തൻ്റെ സ്വർഗീയ സുഖങ്ങളൊക്കെ വെടിഞ്ഞ്, സ്വർഗത്തിൽ തനിക്കുള്ള പദവികളൊക്കെ വെടിഞ്ഞ് കേവലം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപം ആ ക്രിസ്തുവിൻ്റെ ചുമലിൽ
വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കുലമരച്ചിൽ യാഗമായി ചേർന്ന് പാപത്തിൻ്റെ മരണമാകുന്ന, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തെ നീക്കി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി താങ്കളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാൻ ഒരു മാതൃക കാണിച്ച ഏക പുരുഷൻ, അത് ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യുന്ന, ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി പലപ്പോഴും പല സ്ഥലങ്ങളിലൂടെ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയാതെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന സഹോദരന്മാരുടെ, പിതാക്കന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ ഈ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതം തന്നെ താറുമാറാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അവരോട് ചോദിച്ചാൽ പറയുവാൻ കഴിയും. എന്നാൽ അവരെ ദേശത്തിന്, സമൂഹത്തിന് കൊള്ളാകുന്ന വ്യക്തിയാക്കി തീർത്തത് ഇതുപോലുള്ള കവല പ്രസംഗങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തി അവരെ ഇന്ന് അവരായിരിക്കുന്ന സമൂഹത്തിൽ, അവരായിരിക്കുന്ന ദേശത്ത് നല്ലൊരു വ്യക്തിത്വമാക്കി, നല്ലൊരു ദൈവദാസന്മാരാക്കി, ദേശത്തിന് വേണ്ടി കരയുന്ന ഭക്തന്മാരാക്കി തീർത്തത് അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കവല പ്രസംഗങ്ങളുടെ ചില ഭാഗങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞതുകൊണ്ടാണ്. പ്രിയ സുഹൃത്തെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഉപേക്ഷ വിചാരിച്ച് ഞങ്ങളെ അവഗണിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെയാണ് അത് നഷ്ടമെന്നുള്ളത് താങ്കൾ തിരിച്ചറിഞ്ഞ് വരും നാളുകളിൽ ക്രിസ്തുവിന് വേണ്ടി മനസ്സു കൊടുക്കുവാൻ തയ്യാറായാൽ താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി താങ്കളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കഴിയുന്ന ഞങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും. വചനം ഇങ്ങനെ പറയുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ പിമ്പിലുള്ള ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ജീവിതത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് താങ്കൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ, അതൊക്കെ താങ്കൾ പാപിയാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ തയ്യാറായാൽ താങ്കളുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി താങ്കളെ പുതിയൊരു സൃഷ്ടിയാക്കുവാൻ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപ് ആ കാൽവരിയുടെ കുലമരത്തിൽ യാഗമായത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. ആ നസ്രയനെ നിങ്ങൾ കണ്ടില്ല എങ്കിൽ, ആ നസ്രയനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, ഈ ലോകത്തിൽ നിങ്ങളുടെ കേവലം 70-80 വർഷം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് നസ്രയനായ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ നഷ്ടം മാത്രമേ സംഭവിക്കത്തുള്ളൂ. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ഗ്രന്ഥങ്ങളും മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നുണ്ട്: ജനിച്ചാൽ മനുഷ്യൻ വീണ്ടും ജനിക്കുമെന്നുള്ള സന്ദേശങ്ങളൊക്കെ പല മതങ്ങളിലും നൽകാറുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് മറ്റ് മൃഗങ്ങളായൊക്കെ കടന്നു വന്ന് മോക്ഷം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നു: മനുഷ്യൻ ഒരിക്കൽ ജനിക്കുകയും പിന്നെ മരിച്ച് ന്യായവിധിക്കായി ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. മനുഷ്യന് വീണ്ടും ജനനം ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അത് വീണ്ടും ജനനമായി തങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുവാനിടയായിത്തീരും. ഇതുപോലെ കവലപ്രസംഗങ്ങൾ നടത്തുന്ന ഒട്ടനവധി ദൈവദാസന്മാരുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങൾ ഒട്ടനവധിയാണ്. അതൊന്നും നിരത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി പേർ അവരുടെ അടിയും നിന്നയും പരിഹാസങ്ങളൊക്കെ കൊണ്ട് ഈ ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട് പിൽക്കാലങ്ങളിൽ അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഭവനത്തിൽ ഏത് നിരാശയോടോ വേദനയോടോ പ്രയാസത്തോടോ
കഷ്ടതയോടോ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ, ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒക്കെ അടിമത്തത്തിൽ ആയിത്തീർന്ന് ഭവനത്തിനകത്ത് മാതാവിനും പിതാവിന് സഹോദരന് സഹോദരിക്ക് ഒരു സമാധാനമായി തീരുവാൻ കഴിയാതെ താങ്കൾ ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ താങ്കളോടൊന്ന് വിളിച്ചു പറയുവാൻ ഇന്ന് പകൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു സത്യസുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിന്റെ എല്ലാ പാപക്കറകളെയും കഴുകി താങ്കളെ പുതിയൊരു വ്യക്തിയാക്കി, താങ്കളെ സമൂഹത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തിയാക്കി, സമൂഹത്തിന് മാന്യനായ ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്രിസ്തുവിലേക്ക് താങ്കൾക്ക് ഇന്ന് പകൽ കടന്നു വരുവാൻ കഴിയുമോ? താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഞാൻ അങ്ങിൽ നിന്ന് ഒത്തിരി അകന്നു മാറി, അങ്ങ് തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ പാപത്തെ കഴുകി, എൻ്റെ പാപത്തിന് മോചനം തന്ന് എന്നെ പുതിയൊരു വ്യക്തിയാക്കി. മറ്റുള്ളവർ കഴിവ് കെട്ടവൻ എന്ന് പറയുമ്പോൾ എന്നെ കഴിവുള്ളവനാക്കി എന്നെ തീർക്കുവാൻ എൻ്റെ ദൈവം എന്നിൽ കടാക്ഷം തോന്നണമേ എന്ന് താങ്കളിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പറയുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന സന്ദേശം വിദേശത്തോട് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.